ഹൈദരാബാദിൽ നിന്ന് 2 ദിവസത്തെ ഹണിമൂൺ ട്രിപ്പ് നിർത്തി സർപ്രൈസ് ഒരുക്കി വലിയ 2 നില വീടൊക്കെ ഇട്ട് എനിക്ക് സർപ്രൈസ് ഒരുക്കിയത് ക്രിസ്. എനിക്കറിയില്ല എപ്പോഴായിരുന്നു എന്തോ. നിയമങ്ങൾ ഇപ്പോഴും കുറച്ചു കാലം പുറകെയാണ് ഓടിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോഴത്തെ ടെക്നോളജിക്കൽ അഡ്വാൻസ്മെൻറ്റ് മുമ്പേ പോയി കഴിഞ്ഞു. അപ്പോൾ അതിനുള്ളൊരു നിയമം കൊണ്ടുവരാന്നുള്ളത് കുറച്ച് പാടാണ്. ഇത്രയും നാൾ ഒറ്റക്കായിരുന്നു. ഇപ്പം എൻ്റെ കൂടെ എന്താണ് എന്തിനും ഏതിനും ഒരു ആണിൻ്റെ ശക്തി ഉണ്ട്. കുഞ്ഞുങ്ങൾ എപ്പോഴും പറയും എല്ലാത്തിനും ഒരു പരിധിയുണ്ട്. ആ പരിധി വിട്ടുള്ള ആ ഒരു മൊമെൻറ്റ് വരുമ്പോൾ ചിലപ്പോൾ ഞാനൊരു ലീഗൽ പ്രാക്ടീഷണർ ആവും. അതെൻ്റെ മക്കൾക്ക് വേണ്ടിയിട്ട് ചിലപ്പോൾ ഞാൻ ആയിന്ന് വരും. എങ്ങനെ പോകുന്നു? നന്നായിട്ട് പോകുന്നു. ഗോഡ്സ് ഗ്രേസ്. എന്തായാലും നിങ്ങളെ ഒരു വിവാഹം വലിയ രീതിയിൽ ചർച്ച ചെയ്തു. കേരളത്തിൽ മാത്രമല്ല, കേരളത്തിന് അപ്പുറത്തേക്കും ചർച്ച ചെയ്യപ്പെട്ട ഒരു വിവാഹമാണ്. എനിക്ക് തോന്നുന്നു ആ വിവാഹവുമായി ബന്ധപ്പെട്ട് നിങ്ങളുടെ മനസ്സിൽ ഏറ്റവും സന്തോഷം നിന്ന മുഹൂർത്തം. ഇന്നലെ ചില സോഷ്യൽ മീഡിയയിൽ വലിയ ആക്രമണം. സോഷ്യൽ മീഡിയ നമുക്ക് ഒരിക്കലും നിയന്ത്രിക്കാൻ കഴിയാത്ത കാലഘട്ടമാണ്. അതൊക്കെ കണ്ടപ്പോൾ എന്താണ് ക്രിസ്റ്റിന് തോന്നിയത്? ഞാൻ എപ്പോഴും പറയാറുള്ള പോലെ ഒരു പുതിയ തരമുള്ള കുറച്ച് കാലമായി ഈ കുളമ്പ് രോഗം പോലെ കമൻ്റ് രോഗം. അത് രോഗമാണ്, മാറും. ഇറ്റ്സ് ഓക്കെ. അത് നിയന്ത്രിക്കാൻ കഴിയുന്നില്ല ഇപ്പോൾ. അത് എന്താ പറയുക, നമുക്ക് ഒരു സെക്ഷൽ ഫ്രസ്ട്രേഷൻ അതാവാം, അല്ലെങ്കിൽ അസൂയ എന്ന് പറയാം, കണ്ണുകടി എന്ന് പറയാം, ഇതെല്ലാം ആവാം. അതല്ലാതെ വെറുതെ എങ്ങനെ ഒരാൾ സമാധാനമായിട്ടിരിക്കും അതാവാം. അങ്ങനെ പലതരം കണ്ടീഷൻസ് ആവാം. ഒന്ന്, ഷീ ഈസ് വെരി പ്രിറ്റി, ആർക്കും എതിര് പറയാൻ പറ്റില്ല. എന്നെപ്പോലെ ഒരു വയസ്സിന് എന്നാണ് അവർ ഉദ്ദേശിക്കുന്നത്. ഞാൻ വയസ്സിനല്ല. ഞാൻ കളറടിച്ച് ഞാൻ എൻ്റെ പ്രായം മറച്ച് വെച്ച് അങ്ങനെയൊന്നും ഞാൻ ചെയ്തിട്ടില്ല. എനിക്ക് 9ാം ക്ലാസ്സിൽ പഠിക്കുമ്പം അച്ഛനും എനിക്ക് ഒരുമിച്ചാണ് മുടി നരച്ചത്. ഐ ഡോണ്ട് ബിലീവ് ഇൻ ഫെയിലിങ് സംതിങ്. ഞാൻ തലയിൽ കളറടിച്ച് എനിക്ക് പ്രായം കുറവാന്ന് പറഞ്ഞ് ഞാൻ ഒരു കുട്ടേട്ടൻ സിൻഡ്രോം എനിക്കില്ല. ഞാനിങ്ങനെയാണ്. എന്നെ അക്സെപ്റ്റ് ചെയ്യുന്നവർ അക്സെപ്റ്റ് ചെയ്താൽ മതി. എൻ്റെ സ്റ്റുഡൻസിന് ഞാൻ അക്സെപ്റ്റബിൾ ആണ്. അല്ലെങ്കിൽ ഞാൻ പ്രഭാഷണത്തിന് പോകുമ്പോൾ അവർക്ക് ഞാൻ അക്സെപ്റ്റബിൾ ആണ്. ഞാൻ കോടതിയിൽ പോകുമ്പോൾ ഞാൻ അക്സെപ്റ്റബിൾ ആണ്. സോഷ്യൽ മീഡിയയിൽ മാത്രം എന്താണ് പ്രശ്നം? അവർക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ലാന്നുണ്ടെങ്കിൽ ഇറ്റ്സ് ഓക്കെ. ഐ ഡോണ്ട് ഹാവ് എൻ ഇഷ്യൂ. നിങ്ങൾ കമൻറ്റ് ചെയ്തത് കുഴപ്പമില്ല. സോഷ്യൽ മീഡിയയിൽ കമൻറ്റ് ചെയ്യുന്നവർ അവരുടെ പ്രായത്തിലേക്ക് തിരിഞ്ഞു പോകുന്നത് നല്ലതായിരിക്കും. ആവാം. അതും നമുക്കങ്ങനെ പറയാൻ പറ്റില്ല. പല ആൾക്കാരും ചെറുപ്രായക്കാർ 60-70 വയസ്സ് ആൾക്കാരാണ് എന്ന് പറഞ്ഞ്, അല്ലെങ്കിൽ ഒരു സ്ത്രീ പുരുഷനാണെന്നും പുരുഷൻ സ്ത്രീ ആണെന്നും പറഞ്ഞ് ഇങ്ങനെ ഇപ്പോൾ ഫേസ്ബുക്കിൽ ടോട്ടൽ വേൾഡ് പോപ്പുലേഷൻ നോക്കി കഴിഞ്ഞാൽ ഫേസ്ബുക്കിൽ അതിനേക്കാളും ആൾക്കാരുണ്ടാവും. അതെങ്ങനെയാണ് അങ്ങനെ വരുന്നത്? 18 വയസ്സിന് മേളിൽ മാത്രം ഉണ്ടാവേണ്ട ഒരു ഫേസ്ബുക്ക് അക്കൗണ്ട് എങ്ങനെയാണ് ഒരു 12 വയസ്സുകാരനോ 10 വയസ്സുകാരനോ എങ്ങനെ വരുന്നു? സോ ഫേക്ക് എന്നുള്ളൊരു ആസ്പെക്റ്റ് എൻ്റെ മോൻ എപ്പോഴും ചോദിക്കും, ഇത് ഒറിജിനലാണോ ഫേക്കാണോ? അവന് ശരിക്കും പറഞ്ഞാൽ ഒറിജിനൽ ഫേക്കിൻ്റെ അർത്ഥം മനസ്സിലാവാൻ തുടങ്ങിയിട്ടില്ല, കൊച്ചുകുട്ടിയാണ്. ബട്ട് ഈ ഒറിജിനൽ ഫേക്ക് എന്ന് പറയുന്നത് പറഞ്ഞാൽ എൻ്റെ കാര്യങ്ങൾ തുറന്നു പറയാൻ എനിക്ക് മടിയില്ല. ഞാൻ എൻ്റെ കുഞ്ഞുമോളുടെ കണ്ണിൻ്റെ മുന്നിലും എൻ്റെ പാരൻസിൻ്റെ കണ്ണിലും എൻ്റെ കുടുംബത്തിൻ്റെ മുന്നിലും എന്തിന് നാട്ടുകാരുടെ മുന്നിൽ വരെ ഐ എം ബീങ് വെരി ഫ്രാങ്ക്. ഞാൻ ഒറിജിനലാണ്. തീർച്ചയായിട്ടും എനിക്ക് ക്രിസ്റ്റിനെ കാണുന്ന ഈ രൂപമാണ് എനിക്കിഷ്ടം. കുഞ്ഞുമോൾക്ക് അങ്ങനെ തന്നെ എനിക്കിഷ്ടം. അങ്ങനെ ഇഷ്ടപ്പെടുന്ന ആ രൂപം ഇഷ്ടപ്പെടുന്ന നിരവധി ആളുകളുണ്ട്. ഈ ഗോദരേജിന്റെ ഡേ മേടിച്ച് അടിച്ചു കഴിഞ്ഞാൽ നമ്മൾ വീണ്ടും ചെറുപ്പമായതുപോലെ നമ്മുടെ പ്രായത്തിൽ ചെറുപ്പമായതുപോലെ ആളുകൾ നമുക്ക് അവതരിപ്പിക്കാൻ പറ്റും. എനിക്ക് ഈ പോലെ എന്നുള്ള വാക്കിനോട് എതിർപ്പാണ്. കാരണം നീ എൻ്റെ ഭാര്യ പോലെ അല്ല, ഇതെൻ്റെ ഭാര്യ. ഇതെൻ്റെ മകൻ പോലെ അല്ല, എൻ്റെ മകൻ. ഇതെൻ്റെ മകൾ പോലെ ഇല്ല, എൻ്റെ മകൾ. ഇതെൻ്റെ സ്റ്റുഡൻ്റ് പോലെ ഇല്ല, സ്റ്റുഡൻ്റാണ്. എന്തിനാ ഈ പോലെ? എനിക്കങ്ങനെ ഒരു ഫേക്ക്നെസ്സിനോട് താല്പര്യമില്ല. ചില ഇപ്പോൾ എനിക്കറിയാവുന്നവർ ഞാൻ അമ്മ എന്ന് തന്നെ വിളിക്കുന്നത്. അത് ഇപ്പോൾ മമ്മ എന്ന് വിളിക്കുന്നവരുണ്ട്, അമ്മ എന്ന് വിളിക്കുന്നവരുണ്ട്. അവർ ആ സ്ഥാനത്തിൽ കാണുന്നതാണ്. ഇപ്പോൾ എന്നെ വോയിസിൽ ട്രെയിൻ ചെയ്ത ബക്കുവിനെ എല്ലാവരും ബക്കു എന്ന് വിളിക്കും, ഞാൻ ദീദി എന്ന് വിളിക്കും, ബക്കു എന്ന് വിളിക്കും. ഇന്നും ആ ഒരു ഗ്രാറ്റിറ്റ്യൂഡ്, ഞാൻ അന്ന് ഒരു ദിവസം വന്ന് നിനക്ക് റെക്കോർഡിംഗ് ഉണ്ട് എന്ന് പറഞ്ഞ് എന്നെ റെക്കോർഡിങ്ങിന് കൊണ്ടുപോയില്ലായിരുന്നെങ്കിൽ ഞാനൊരു വോയിസ് ആർട്ടിസ്റ്റേ ആവില്ലായിരുന്നു. ആ നന്ദി വേണം. ഇപ്പോൾ ലോകത്ത് എല്ലാവർക്കും ഫേക്ക് ആവാനാണ് താല്പര്യം. സ്വന്തം മകൻ അച്ഛൻ്റെ മുന്നിൽ ഫേക്ക്,
അച്ഛനും അമ്മയും തമ്മിൽ ഫേക്ക് എന്തെല്ലാമോ നടക്കുന്നുണ്ട്. ഈ സോഷ്യൽ മീഡിയയിൽ പറയുന്ന പോലെ ദിവ്യ ഞെട്ടി. ദിവ്യക്ക് ഞെട്ടാൻ സൗകര്യമില്ല. കാരണം ദിവ്യക്കെല്ലാം നേരത്തെ അറിയാം. കുഞ്ഞുമോക്ക് ഞാൻ അങ്ങനെയൊന്നും മറച്ചു വെച്ചിട്ടില്ല. മറച്ചു വെച്ചാലേ ഞെട്ടുള്ളൂ. തീർച്ചയായും ഞങ്ങൾ യാത്ര പകുതിയിൽ നിർത്തി കണ്ണൂരിലെത്തി. ഞാനിപ്പോൾ അവിടെ അടുക്കളയിൽ ഞാൻ കുക്ക് ചെയ്തുകൊണ്ടിരിക്കുക. ഞാൻ അറിഞ്ഞിട്ട് പോലുമില്ല. ഞാൻ ഹൈദരാബാദിൽ എയർപോർട്ടിൽ നിൽക്കുമ്പോഴാണ് ഞാൻ ഇത് കാണുന്നത്. ഞാൻ കണ്ണൂരിൽ 2 ദിവസം എത്തിയിട്ട് ഞാൻ അവിടെ കുക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഹൈദരാബാദിൽ നിന്ന് 2 ദിവസത്തെ ഹണിമൂൺ ട്രിപ്പ് നിർത്തി സർപ്രൈസ് ഒരുക്കി വലിയ 2 നില വീടൊക്കെ ഇട്ട് എനിക്ക് സർപ്രൈസ് ഒരുക്കിയത് ക്രിസ്. എനിക്കറിയില്ല എപ്പോഴായിരുന്നു എന്തോ ആ വീടുണ്ടാക്കി. എല്ലാവരും കണ്ടതായിട്ട് പറയുന്നുണ്ട്. ഫോട്ടോ ഒക്കെ ഉണ്ട്. ഫോട്ടോ ഒക്കെ ഇട്ടിട്ടാണ് വന്നത്. ആരുടെ വീടാണാവും? ഇതിലത്തെ ഏറ്റവും വലിയ പ്രശ്നം എന്താണ്? ഈ സോഷ്യൽ മീഡിയ നേരത്തെ പറഞ്ഞത് സോഷ്യൽ മീഡിയ നിയന്ത്രണം ഒരു പരിധിവരെ സൈബർ എന്ന് പറയുന്ന ഒരു വിങ്ങുണ്ട് ഇവിടെ. ഒരിക്കലും അത് നിയന്ത്രിക്കാൻ കഴിയാതെ മാറിയിരിക്കും. പല പരാതികളും സൈബർ. ആസ് എ ലീഗൽ പ്രാക്ടീഷണർ ഞാൻ പറയാം, ലോ ഇസ് നോട്ട് ആസ് ഫാസ്റ്റ് ആസ് ദി അപ്ഡേറ്റ്. നിയമങ്ങൾ ഇപ്പോഴും കുറച്ചു കാലം പുറകെയാണ് ഓടിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പം സിസ്റ്റം അല്ലെങ്കിൽ ഇപ്പോഴത്തെ ടെക്നോളജിക്കൽ അഡ്വാൻസ്മെൻറ്റ് മുമ്പേ പോയി കഴിഞ്ഞു. അപ്പോൾ അതിനുള്ളൊരു നിയമം കൊണ്ടുവരിക എന്നുള്ളത് കുറച്ച് പാടാണ്. യു ഷുഡ് ബി വെരി ഫാസ്റ്റ്. സോ എന്നാണോ വെൻ ദ ലോ ഇസ് എബ്രെസ്റ്റ് വിത്ത് ദ ടെക്നോളജി, അന്ന് നമുക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ പറ്റും. ഇപ്പോഴും ഞാൻ പറഞ്ഞു, എൻ്റെ ഒരു സോഷ്യൽ സ്റ്റേറ്റസ് മൂന്നാമതൊരാളുടെ മുന്നിൽ ഇടിച്ചു താഴ്ത്തി കാണിക്കുന്നത് ഒരാൾ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ഡെഫമേഷനാണ്. സൈബർ ഡെഫമേഷനും പോസിബിളാണ്. ഇപ്പോൾ ഈ ചെയ്യുന്നത് സൈബർ ഡെഫമേഷനാണ്. ഞാൻ കേസ് കൊടുത്തു കഴിഞ്ഞാൽ വെറുതെ തൂങ്ങും, വെറുതെ അതിൻ്റെ പുറകെ പോകേണ്ടി വരും. പക്ഷേ എനിക്ക് ഈ പാവം രോഗമുള്ള ആൾക്കാർ സംവേർ എൻ്റെ മനസ്സിനകത്ത്, ഞാൻ മെൻ്റൽ ഹെൽത്ത് പ്രൊഫഷണൽ ഓൾസോ, ഈ രോഗമുള്ള ആൾക്കാരെ ഞാൻ എന്തിനാണ് കോടതി കയറ്റുന്നത്? സാരില്ല, ചെയ്തോട്ടെ. അവരെങ്ങനെ മുന്നോട്ട് പോകട്ടെ. നമ്മൾ ഹാപ്പിയായിട്ട് ജീവിക്കുന്നു, അത് കണ്ടിട്ട് അസുഖപ്പെട്ടിട്ട് കാര്യമൊന്നുമില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. തീർച്ചയായിട്ടും അങ്ങനെയല്ലേ? അതെ, അവർക്കൊരു നമ്മളെ കൊണ്ട് അവർ അത്രയെങ്കിലും സന്തോഷിക്കണ്ടെങ്കിൽ സന്തോഷിക്കട്ടെ. രാത്രി അങ്ങനെ സൂചിക്കട്ടെ എന്നേ ഇതിന് പറയാനുള്ളൂ. എന്തായാലും ഒത്തിരി കടമ്പകൾ കടന്നാണ് ഈ വിവാഹത്തിന് മുമ്പുള്ള യാത്രയും വിവാഹം കഴിഞ്ഞുള്ള യാത്ര. വിവാഹം കഴിഞ്ഞുള്ള യാത്രയുടെ ഒരു സുഖം മറ്റൊന്നാണ് അല്ലേ? ഒരുമിച്ചുള്ള മനപ്പൊരുത്തം എന്ന് പറയുന്ന ആളാണ്. ഒരു വാക്ക് പറഞ്ഞു, സെക്സിനോടല്ല, പക്ഷെ മനപ്പൊരുത്തമാണ് ഒരു ഭാര്യയും ഭർത്താവും വേണ്ടത് വിശ്വസിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. ആ രീതിയിലുള്ള യാത്രയാണ്. അതിൽ കാണുന്ന സുഖവും സന്തോഷം വേറെ ഒന്നല്ലേ? അതെ, തീർച്ചയായും. ഇത്രയും നാള് ഒറ്റക്കായിരുന്നു. ഇപ്പൊ എൻ്റെ കൂടെ എന്താണ് എന്തിനും ഏതിനും ഒരു ആണിന്റെ ശക്തി ഉണ്ട്. തീർച്ചയായിട്ടും അത് അങ്ങനത്തെ ഒരു ശക്തിമാനും കൂടിയാണ്. തീർച്ചയായും. തമാശയായിട്ട് ഹൈദരാബാദ് ഞങ്ങൾ ഫാമിലിയായിട്ട് ഇങ്ങനെ പോകുമ്പോൾ ഏതോ ഒരു വഴിയിൽ ചെറുതായിട്ട് ഞരമ്പ് രോഗമുള്ള ആരോ എന്തോ ഒരു രീതിയിൽ നടന്നു പോയപ്പം ഞാൻ നോട്ടീസ് ചെയ്തു. അപ്പം ഞാൻ മോളോട് പറഞ്ഞു, മോളെ അവൻ എന്തേലും പറഞ്ഞ ഇപ്പം പറ, ഞാൻ ആദ്യം ഓടാന്ന്. തമാശ. പക്ഷേ ഞാൻ പറയുന്നു, ഈ കമൻറ്റ് ചെയ്യുന്നത് സൂക്ഷിക്കുക. ഇതുവരെ ഞാൻ വളരെ സെയിനായിട്ട് ഞാൻ നിൽക്കുന്നു. എൻ്റെ മക്കൾക്കെതിരെ സംസാരിക്കുന്ന ആൾക്കാർ എപ്പോഴാണോ എൻ്റെ ആ ലിമിറ്റ് വിട്ടു പോകുന്നത്, കുഞ്ഞുങ്ങളെപ്പോഴും പറയും എല്ലാത്തിനും ഒരു പരിധിയുണ്ട്. ആ പരിധി വിട്ടുള്ള ആ ഒരു മൊമെൻറ്റ് വരുമ്പോൾ ചിലപ്പോൾ ഞാനൊരു ലീഗൽ പ്രാക്ടീഷണർ ആവും. അതെൻ്റെ മക്കൾക്ക് വേണ്ടിയിട്ട് ചിലപ്പോൾ ഞാൻ ആയിന്ന് വരും. തീർച്ചയായിട്ടും. പക്ഷെ അത് ചെയ്യണോ വേണ്ടേ എന്ന് ആലോചിക്കുമ്പം ഈ രോഗമുള്ള ആൾക്കാർ ഫേക്ക് ID ഉണ്ടാക്കിയിട്ട് ആരെയോ പറഞ്ഞിട്ട് സ്വന്തമായിട്ട് സൂചിക്കുന്ന ഈ നോൺസെൻസിനെ ഞാൻ എന്തിന് ഞാൻ അവരെ നന്നാക്കാൻ നോക്കണം? അവർ നന്നാവില്ല.